സംഭാഷണങ്ങളിൽ വാക്കുകൾ കിട്ടാതെ വരുന്നത് നമുക്ക് ഇന്നും ഒരു പ്രശ്നമാണല്ലേ. വളരെ ചെറിയ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ധാരാളം വാക്കുകൾ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്സി. അപ്പം നമുക്കറിയാവുന്ന ഒരു വേർഡാണ് പേ. കാശ് കൊടുക്കുന്നതിന് നമ്മൾ PAY പേ എന്നത് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ പേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. പേ എ ഫൈൻ, അതായത് ഒരു ഫൈൻ അടയ്ക്കുന്നതിന് നമുക്ക് പേ ഫൈൻ എന്ന് പറയാം. എന്നാൽ ക്യാഷ് അടയ്ക്കുകയാണെങ്കിലോ അത് പേ ക്യാഷ്. അത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് കാശ് അടയ്ക്കുന്നതെങ്കിൽ എങ്ങനെ പറയും? പേ ബൈ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ ഓരോ രീതിയിലും നമുക്ക് ഓരോ സമയങ്ങളിലും ഓരോ രീതികളിലാണ് സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വില ഒരു സാധനത്തിൻ്റെ വില നമ്മൾ അടയ്ക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണെങ്കിൽ പേ ദ പ്രൈസ്. അതുപോലെ പലിശ അടയ്ക്കുകയാണെങ്കിലോ പേ ഇൻട്രസ്റ്റ്. അപ്പോൾ നോക്കൂ, പേ എ ഫൈൻ, പേ ക്യാഷ്, പേ ബൈ ക്രെഡിറ്റ് കാർഡ്, പേ ദ പ്രൈസ്, ദെൻ പേ ഇൻട്രസ്റ്റ്. ബില്ലടയ്ക്കുകയാണെങ്കിലോ അത് പേ ദ ബിൽ. അപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട പേ ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, പേ ഫൈൻ, പേ ബൈ ക്രെഡിറ്റ് കാർഡ്, പേ ക്യാഷ്, പേ ദ ബിൽ, പേ ഇൻട്രസ്റ്റ്, പേ ദ പ്രൈസ്. എന്നാൽ ഈ പേ തന്നെ പല കാര്യങ്ങളിലും അല്ലാതെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് പേ അറ്റൻഷൻ എന്ന് പറയാം. ഓക്കെ, പേ അറ്റൻഷൻ. എന്നാൽ മറ്റുള്ളവർക്കൊരു കോംപ്ലിമെൻ്റ് കൊടുക്കുകയാണ്, അതിന് നമുക്ക് പേ സംവൺ എ കോംപ്ലിമെൻറ്റ്, ഒരു അഭിനന്ദനം കൊടുക്കുന്നതിന് പേ സംവൺ എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എന്നാൽ ഒരാളെ സന്ദർശിക്കുന്നതിന് പേ സംവൺ എ വിസിറ്റ്. ഓക്കെ, അതുപോലെ നമ്മൾ വിനയം കാണിക്കുക അല്ലെങ്കിൽ റെസ്പെക്റ്റ്, ബഹുമാനം കാണിക്കുക എന്നുള്ളതിന് പേ യുവർ റെസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, പേ അറ്റൻഷൻ, പേ സംവൺ എ കോംപ്ലിമെൻറ്റ്, പേ സംവൺ എ വിസിറ്റ്, പേ യുവർ റെസ്പെക്റ്റ്. എന്നാൽ കീപ്പ് എന്ന വാക്ക്, അപ്പം പേ ഉപയോഗിച്ച്, പേ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന, എപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതുപോലെ തന്നെയാണ് കീപ്പും. കീപ്പ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുക എന്നാണ്, അതായത് ഒരു കാര്യം സൂക്ഷിച്ച് വെക്കുന്നതിനൊക്കെ കീപ്പ് എന്ന് പറയാം. പക്ഷേ ഇവിടെ കീപ്പ് എന്ന് പറയുന്ന വാക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുമെന്ന് നോക്കൂ. കീപ്പ് എ ഡയറി, ഒരു ഡയറി നമ്മൾ സ്ഥിരമായി സൂക്ഷിക്കുന്നതിന് കീപ്പ് എ ഡയറി പറയാം. അതുപോലെ വാക്ക് പാലിക്കില്ലേ, വാക്ക് പാലിക്കുക, അതിന് കീപ്പ് എ പ്രോമിസ്, കീപ്പ് എ പ്രോമിസ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനാണെങ്കിലോ കീപ്പ് എ സീക്രട്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് കീപ്പ് എ സീക്രട്ട്. എന്നാൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നതിനോ കീപ്പ് ആൻ അപ്പോയിൻമെൻറ്റ്, കീപ്പ് ആൻ അപ്പോയിൻമെൻറ്റ്. അതുപോലെ ശാന്തമായിരിക്കൂ എന്നുള്ളതിന് കീപ്പ് കാം, കീപ്പ് കാം. അപ്പോൾ നോക്കൂ, കീപ്പ് എ ഡയറി, കീപ്പ് എ പ്രോമിസ്, കീപ്പ് എ സീക്രട്ട്, കീപ്പ് ആൻ അപ്പോയിൻമെൻറ്റ്, കീപ്പ് കാം. എന്നാൽ നമ്മൾ നമ്മുടെ നിയന്ത്രണം പാലിക്കുക എന്ന് പറയുന്നതിന് കീപ്പ് കൺട്രോൾ, കീപ്പ് കൺട്രോൾ. എന്നാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിന് എങ്ങനെ പറയാം? കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, കീപ്പ് ഇൻ ടച്ച്. ഇപ്പോൾ അവളുമായിട്ട് ഉള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിന് കീപ്പ് ഇൻ ടച്ച് വിത്ത് ഹെർ, അതായത് പരസ്പരമുള്ള ഒരു ബന്ധം അയഞ്ഞു പോകരുത് എന്നുള്ളതാണ് ആ പറയുന്നത്, കീപ്പ് ഇൻ ടച്ച്. പിന്നീട് നമുക്ക് പറയാം കീപ്പ് ക്വയറ്റ്, അതായത് ശാന്തമായിരിക്കൂ എന്ന് പറയുന്നതിന് കീപ്പ് ക്വയറ്റ്, കീപ്പ് ക്വയറ്റ്. അതുപോലെ ചിലരുടെ, അതായത് ചിലരുമായുള്ള ബന്ധങ്ങളിൽ അവരുടെ സ്ഥാനം സൂക്ഷിക്കണേ എന്ന് പറയാൻ കീപ്പ് സംവൺസ് പ്ലേസ്, കീപ്പ് സംവൺസ് പ്ലേസ്. അതുപോലെ തന്നെ ചേഞ്ചസ് കീപ്പ് ചെയ്യാൻ കീപ്പ് ദ ചേഞ്ച്, കീപ്പ് ഇൻ ടച്ച്, കീപ്പ് കൺട്രോൾ, കീപ്പ് ക്വയറ്റ്, കീപ്പ് സംവൺസ് പ്ലേസ്, കീപ്പ് ദ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പേ പഠിച്ചു,
കീപ്പ് പഠിച്ചു. ഇനിയുള്ളത് ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെറിയുക എന്നാണ്. പക്ഷേ ഇവിടെ ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കൂ. ബ്രേക്ക് എ ഹാബിറ്റ്, ഏതെങ്കിലും ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ബ്രേക്ക് എ ഹാബിറ്റ്. അതുപോലെ ബ്രേക്ക് എ പ്രോമിസ്, അതായത് ഒരു വാക്ക് പറഞ്ഞതിനെ പാലിക്കാതിരിക്കുന്നതിനാണ് ബ്രേക്ക് എ പ്രോമിസ്. അതുപോലെ റെക്കോർഡ്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഭേദിച്ചു എന്ന് പറയില്ലേ, അതാണ് ബ്രേക്ക് എ റെക്കോർഡ്. ജനാല പൊട്ടിക്കുന്നതിന് തന്നെയാണ് ബ്രേക്ക് എ വിൻഡോ. എന്നാൽ ചിലരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിന് ബ്രേക്ക് സംവൺസ് ഹാർട്ട് എന്ന് പറയാം. ബ്രേക്ക് സംവൺസ് ഹാർട്ട്. അപ്പോൾ നോക്കൂ, ബ്രേക്ക് എ ഹാബിറ്റ്, ബ്രേക്ക് എ പ്രോമിസ്, ബ്രേക്ക് എ റെക്കോർഡ്, ബ്രേക്ക് എ വിൻഡോ, ബ്രേക്ക് സംവൺസ് ഹാർട്ട്. അതുപോലെ നിയമം പാലിക്കാതിരിക്കുന്നതിന് ബ്രേക്ക് ദ ലാ എന്ന് പറയാം. ചിലയിടത്ത് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയാതെ വെച്ചിട്ട് ചില വാർത്തകൾ പെട്ടെന്ന് പറയും. അതിന് ബ്രേക്ക് ദ ന്യൂസ് ടു സംവൺ എന്ന് പറയാം. ഈ ബ്രേക്ക് ദ ലോ പറയുന്നത് പോലെ തന്നെ നിയമം പാലിക്കാതിരിക്കുന്നതിന് ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പേ, കീപ്പ്, ബ്രേക്ക്. ഇനി നമുക്ക് ഗെറ്റ് എന്ന വാക്കൊന്ന് ഉപയോഗിക്കാം. ജോലി കിട്ടുന്നതിനാണ് ഗെറ്റ് എ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഗെറ്റ് എ ജോബ്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഷോക്കായി പോകൂലേ, അതിന് ഗെറ്റ് എ ഷോക്ക്, ഗെറ്റ് എ ഷോക്ക്. അതുപോലെ ആങ്ക്രി ആവുക, ദേഷ്യം വരുന്നതിന് ഗെറ്റ് ആങ്ക്രി. അതുപോലെ ഡൈവോഴ്സ് ചെയ്യില്ലേ, ഗെറ്റ് ഡൈവേഴ്സ്ഡ്. ദെൻ കുടിച്ച് ബോധം കെട്ട് വരുന്ന ഗെറ്റ് ഡ്രങ്ക്. ഓക്കെ, ഗെറ്റ് എ ജോബ്, ഗെറ്റ് എ ഷോക്ക്, ഗെറ്റ് ആങ്ക്രി, ഗെറ്റ് ഡൈവോഴ്സ്ഡ്, ഗെറ്റ് ഡ്രങ്ക്. ഭയന്നു പോകുന്നതിനോ ഗെറ്റ് ഫ്രൈറ്റൻഡ്. വീട്ടിലെത്തിച്ചേരുന്നതിനോ ഗെറ്റ് ഹോം. അതുപോലെ ദേഷ്യപ്പെട്ട് നമ്മൾ ഇറങ്ങിപ്പോന്ന് പറയാൻ ഗെറ്റ് ലോസ്റ്റ്. പിന്നെ വിവാഹം കഴിച്ചതിന് നമുക്ക് ഗെറ്റ് മാരീഡ് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഗെറ്റ് ഫ്രൈറ്റൻഡ്, ഗെറ്റ് ഹോം, ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് മാരീഡ്. ഇനി നമുക്ക് ഗോ എന്ന വാക്ക് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ. ഗോ അബ്രോഡ്, പുറത്തേക്ക് പോകുക, വിദേശത്ത് പോവുക. ഓക്കെ, എന്നാൽ ഗോ ബാഡ്, അവൻ നശിച്ചു പോയി, ചീത്തയായി പോയി എന്ന് പറയില്ല, ഗോ ബാഡ്. ഗോ ബാഡ് ആണെങ്കിലോ കഷണ്ടിയായി പോയതിന്. ഗോ ബാങ്ക്രപ്റ്റ് ആണെങ്കിലോ നശിച്ചു പോകുന്നതിന്. ഓക്കെ, എന്നാൽ ഗോ ആസ്ട്രേ, അതും എന്താ പറയുക, തീർന്നു പോവുക, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതായി മാറുക ആണ് ഗോ ആസ്ട്രേ. ഓക്കെ, ഇപ്പോൾ ഗോ വെച്ചിട്ട് ഗോ അബ്രോഡ്, ഗോ ആസ്ട്രേ, ഗോ ബാഡ്, ഗോ ബാഡ്, ഗോ ബാങ്ക്രപ്റ്റ്. ക്യാച്ച് ആണെങ്കിൽ, ക്യാച്ച് നമ്മൾ ബോൾ പിടിക്കുന്നതിനാണല്ലോ ക്യാച്ച് എന്ന് പറയുന്നത്, ക്യാച്ച് എ ബോൾ. എന്നാൽ ഒരു ബസ് കിട്ടുന്നതിന് ക്യാച്ച് എ ബസ്. പനി പിടിക്കുന്നതിനോ ക്യാച്ച് എ ചിൽഡ്. തണുപ്പടിക്കുന്നതിനോ ക്യാച്ച് എ കോൾഡ്. നോക്കൂ, ക്യാച്ച് എ ബോൾ, ക്യാച്ച് എ ബസ്, ക്യാച്ച് എ ചിൽ, ക്യാച്ച് എ കോൾഡ്. ഇനി കള്ളനെ പിടിക്കുന്നതിന് എന്ത് പറയാം? ക്യാച്ച് എ തീഫ്, ക്യാച്ച് എ തീഫ്. തീ ആളി കത്തിപ്പിടിക്കത്തില്ലേ, അതിനെന്ത് പറയാം? ക്യാച്ച് ഫയർ. ഒരാൾ മുന്നിൽ മുന്നിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുക, അതിന് ക്യാച്ച് സൈറ്റ് ഓഫ്. ഓക്കെ, അതുപോലെ തന്നെ ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് ക്യാച്ച് സംവൺസ് അറ്റൻഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ക്യാച്ച് എന്ന് പറയുന്ന വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ധാരാളം വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉള്ള ക്ലാസ്സുകൾക്കാണ്, പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കാണ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കുകൾ ഏറ്റവും അത്യാവശ്യമാണ്. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.